നമസ്കാരം. അങ്ങനെ നടി ഹണി റോസിന്റെ കയ്യിൽ നിന്ന് രാഹുൽ ഈശ്വറും ഇരന്നു വാങ്ങി എന്ന് പറയാതെ വയ്യ. ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ബോച്ചയ്ക്കൊപ്പം സ്വന്തം ചങ്കായിട്ടുള്ള ബോബി ചമ്മണ്ണൂരിനൊപ്പം അവിടെ ജയിലിൽ ഒരുമിച്ച് ചപ്പാത്തി പരത്താനുള്ള ചില ഒരു യോഗമൊക്കെ എന്തായാലും രാഹുൽ ഈശ്വറിന് തെളിഞ്ഞു വരുന്നുണ്ട്. അതിനുള്ള ടിക്കറ്റ് ഹണി റോസ് ഇപ്പോ എടുത്തു കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വറിന്. രാഹുൽ ഈശ്വറിനെതിരെയും ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുകയാണ്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇയാളുടെ പല പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ സത്യത്തിൽ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. ആരെന്ത് വസ്ത്രം ധരിക്കണം, ആരെങ്ങനെ പെരുമാറണം, ആര് ഏതൊക്കെ രീതിയിൽ എന്തിനോടൊക്കെ വിശ്വാസങ്ങൾ പുലർത്തണം എന്നൊക്കെ ഈ പറയുന്ന രാഹുൽ ഈശ്വർ ആണോ ഈ പറയുന്നത് പോലെ തീരുമാനിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ എന്തൊരു ഉത്സാഹമാണ് ഈ മനുഷ്യൻ. ഹണി റോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് അവർ ബോബി ചമ്മണ്ണൂർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചു. തെളിവുകളുണ്ട് എന്ന് കണ്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന സാഹചര്യം ഉണ്ടായി. സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അശ്ലീല പരാമർശങ്ങൾക്കെതിരെ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഒരു സർക്കാർ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാതെ അത്തരക്കാരെ പൂട്ടുകയാണ്. മാതൃകാപരമായ ചില നടപടികളിലൂടെ അത്തരത്തിൽ സൈബർ വേട്ടകൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഊർജം പകരുകയാണ്. ആ സാഹചര്യത്തിൽ ബോബി ചമ്മണ്ണൂരിനെ പോലെ ഈ പറയുന്ന സെക്സ് ജോക്കർമാരുടെ തലതൊട്ടപ്പനെ അങ്ങ് വലിയ രീതിയിൽ വാഴ്ത്തിക്കൊണ്ട് പല രീതിയിലുള്ള ആളുകൾ, പല മാനസിക വൈകൃതമുള്ള ആളുകൾ രംഗത്തേക്ക് വരികയാണ്. അവർ ഹണി റോസിനെതിരെ ചില സൈബർ വേട്ടകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രത്തെക്കുറിച്ച്, അവർ ധരിക്കുന്ന ആ വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വല്ലാതെ വേവലാതിപ്പെട്ടുകൊണ്ടൊക്കെ രാഹുൽ ഈശ്വർ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയും അദ്ദേഹത്തിന്റെ ചാനലിലൂടെയും ഒക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഹണി റോസിനെതിരെ ചില ആളുകൾ, ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ അനുയായികൾ, ചില സൈബർ വേട്ടകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഈ പറയുന്ന ഹണി റോസ് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. തന്ത കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എനിക്കറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുമ്പിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് ഈ പറയുന്ന ഹണി റോസ് മറുപടി കൊടുത്തത്. എന്നിട്ടും അങ്ങ് അടങ്ങി നിൽക്കുന്നില്ല. ഇയാളങ്ങ് കടന്നങ്ങ് പൂണ്ട് വിളയാടുകയാണ്. അങ്ങനെ വലിയ വിളച്ചിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ, ഒരു ബോച്ചയാകാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന ഹണി റോസ് നിയമ നടപടി സ്വീകരിച്ചു. അതുകൊണ്ട് ഹണി റോസ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: രാഹുൽ ഈശ്വർ, ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു. പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിക്കാനുമെന്ന ഉദ്ദേശത്തോടെ സൈബറിടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏത് വസ്ത്രം ധരിക്കാനും ഒരു വ്യക്തിക്ക് അവകാശമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് അതിൽ കുറിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ, എന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന, എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കൾ പിന്തുണയ്ക്കുന്ന, ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ
നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിന് വലിയ പിന്തുണ ലഭിക്കുന്നു. രാഹുൽ ഈശ്വറിനെയൊക്കെ പിടിച്ചകത്തിടേണ്ടതാണെന്ന് പറഞ്ഞ് ഹണി റോസിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഈ പറയുന്നത് പോലെ ആളുകൾ രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി. രാഹുൽ ഈശ്വർ ഈ പറയുന്നത് പോലെ ബോച്ചയെ അല്ലെങ്കിൽ ബോച്ച ചെയ്തതിനെയൊക്കെ ഒരു മറ്റൊരു രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് ഹണി റോസിനെ ഈ പറയുന്നത് പോലെ പ്രതിയാക്കിക്കൊണ്ടൊക്കെ നടത്തിയ പല പ്രതികരണങ്ങളും സത്യത്തിൽ പല ഞരമ്പന്മാർക്കും ഊർജം നൽകി. അവർ ആ രാഹുൽ ഈശ്വർ ഒഴിച്ച കൊടുത്ത ഊർജവുമായിട്ട് അവർ വന്ന് ഹണി റോസിനെ വലിയ സൈബർ അറ്റാക്ക് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ പറയുന്ന ബോച്ചയുടെ ഈ കുറെ ഞരമ്പൻ ആർമി ഉണ്ടല്ലോ, അവന്മാരെല്ലാം ഈ പറയുന്നത് പോലെ ബോച്ചയെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പണത്തിന്റെ കൊഴുപ്പുള്ള ഈ പറയുന്ന വ്യക്തി നിരവധി ആളുകളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ 4 പേരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പല ആളുകളെയും ഒക്കെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയൊക്കെ ആക്രമിക്കാനുള്ള ലൈസൻസ് ആണ് എന്ന് കരുതരുത്. നിങ്ങൾ ആളുകളെയൊക്കെ സഹായിക്കുന്നതൊക്കെ അതൊക്കെ നല്ലതൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ സഹായിച്ചതിന്റെ പേരിൽ പലരെയും അപമാനിക്കാനും അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്ത് കാണിക്കാനും എന്ത് കാട്ടിക്കൂട്ടാനും എന്ത് തെമ്മാടിത്തരം കാട്ടാനുമുള്ള ലൈസൻസ് കൂടിയാണ് അത് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇപ്പൊ തന്നെ നോക്കൂ, ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് ഇട്ടപ്പോൾ പഴയ ഈ പറയുന്ന സഹായിച്ച കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇയാളെ വിശുദ്ധനാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഏറ്റവും വലിയ ഗെയിം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആളുകളെയൊക്കെ സഹായിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെറും ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമായിരുന്നു അത്തരം നീക്കങ്ങൾ എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു മുതൽ വന്നിരുന്നു, അജിത്ത് വട്ടിയൂർക്കാവ്. മെൻസ് അസോസിയേഷന്റെ ഒരു വലിയ പുള്ളിയൊക്കെയാണ്. ഈ നാട്ടിലെ ആണുങ്ങളുടെ മുഴുവൻ അട്ടിപ്പറ അവകാശം എനിക്കാണ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു മൊയന്താണ് പുള്ളി. ഈ പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മൾ കേട്ടത്. പുള്ളി ഈ പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് ഒന്ന് ആണുങ്ങളെയൊക്കെ ഒന്ന് ഇറക്കിടാൻ നോക്കി. എവിടെ ആണുങ്ങളൊക്കെ ഇളകാൻ വേണ്ടി ഈ പറയുന്ന കേശവ മാമനെ, ഈ പറയുന്ന മാമനെ അവസാനം അടിച്ച് അണ്ണാക്കി കൊടുത്ത് അങ്ങ് ഏറിക്കയറ്റുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ ആണുങ്ങളുടെ അട്ടിപ്പറ അവകാശവും നീ ഏറ്റെടുക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഇമാതിരി ഞരമ്പന്മാർക്കൊക്കെ വേണ്ടി വാദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ആണുങ്ങളുടെ പേരിൽ വേണ്ട, നിന്നെ പോലുള്ള ഇമാതിരിയുള്ള ഈ ടീമുകളുടെ പേരിൽ മാത്രമേ അതൊക്കെ നടത്താവൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ ചില ആളുകളും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ നേരത്ത് കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങ് ഇടപെടും, ചില പ്രസ്താവനകൾ നടത്തും. അങ്ങനെയൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ട് യാതൊരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കില്ല എന്നാണ് ഇവരുടെ ബോധ്യം. ആ ബോധ്യമൊക്കെ എന്തായാലും ഇപ്പൊ പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത്തരക്കാരെയൊക്കെ എന്തായാലും കൂട്ടാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ രാഹുൽ ഈശ്വറിനെ ചൊടിപ്പിക്കേണ്ടതായ സാഹചര്യം വേറൊന്നുമില്ല കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പെട്ടെന്ന് ഇടപെടൽ നടത്തുന്നു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. അങ്ങനെ ഈ പറയുന്ന പ്രതിയെ ബോച്ചയെ മേപ്പാടിയിൽ നിന്ന് പോലീസ് പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങളാണ് നടത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ നീക്കി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് നീതി കിട്ടിയപ്പോൾ, ഈ പറയുന്ന ഹണിക്ക് നീതി കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അത് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ രാഷ്ട്രീയമായിട്ട് ഒത്തുപോകുന്നതല്ലോ. പിണറായി വിജയന് പിന്തുണ നൽകിക്കൊണ്ട്, സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ട്, പോലീസിന് പിന്തുണ നൽകിക്കൊണ്ടൊക്കെ വന്നപ്പോൾ കുരു മൊത്തത്തിൽ അങ്ങ് പൊട്ടി ഒലിച്ചു. അപ്പൊ ഇറങ്ങി തിരിച്ചതാണ്. അല്ലെങ്കിലും എല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുമ്പോൾ ഡിഫറന്റ് ആയിട്ട് സംസാരിച്ച് വ്യത്യസ്തനാവുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് വ്യത്യസ്തനാകാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. ഇനി വ്യത്യസ്തനായിരുന്ന് ഈ പറയുന്ന പോലെ ചപ്പാത്തി അവിടെ നിന്ന് കുഴയ്ക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല ബോച്ച ഇപ്പൊ കിടന്നിട്ട് ഞെരിപിരി കൊള്ളുകയാണ്. ബോച്ചയെ വിചാരിച്ചു എനിക്കിപ്പോ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ, ഈ ജാമ്യത്തിന് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാമ്യം ഇപ്പൊ തരാൻ പറ്റില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചപ്പോൾ ഒന്ന് തല ഇറങ്ങി വീണൊക്കെ പുള്ളിക്കാരൻ പല രീതിയിലുള്ള നാടകമൊക്കെ അടിച്ചു നോക്കി. ഇമാതിരി വിധി കേട്ടപ്പോ ഇങ്ങനെ വീണ മനുഷ്യനൊക്കെയാണ് വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇനിയിപ്പോ രണ്ടാമത് ചൊവ്വാഴ്ച വീണ്ടും ഇത് പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് ഈ പറയുന്നത് പോലെ ഇയാൾക്കെതിരെ ഉള്ള പല കേസുകളും അന്ന് ഈ പറയുന്നത് പോലെ അവിടെ കോടതിയിൽ ഉന്നയിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതായത് അട്ടപ്പടലം ഇത്തരക്കാരുടെയൊക്കെ 2025 ആപ്പീസ് കൂട്ടിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം. സ്ത്രീകൾക്കെതിരെ വലിയ സൈബർ വേട്ട, സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെതിരെ ഈ പറയുന്നത് പോലെ സർക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്തരക്കാരുടെ ഈ ഞരമ്പൻ സ്വഭാവത്തിന് ഒരു പരിധിവരെ വലിയ മാറ്റം വരും എന്നതിനുള്ള ഉദാഹരണമാണ് ഹണി റോസിന്റെ ആ പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കമന്റുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വന്ന മാറ്റങ്ങൾ എന്ന് എടുത്തു പറയേണ്ടത്. പിന്നെ രാഹുൽ ഈശ്വറൊക്കെ ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങൾ നടത്തിയ ശേഷമാണ് ഈ പറയുന്നത് വീണ്ടും സൈബർ വേട്ട ആരംഭിച്ചത്. അപ്പോ സ്വാഭാവികമായും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ പറയുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സർക്കാർ ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കരുത്ത് സ്ത്രീകൾക്ക് നൽകിയ ആ ഒരു മുന്നോട്ട് വരാനുള്ള അവർക്ക് ആ ധൈര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ, ചില രാഹുൽ ഈശ്വരന്മാർ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുമ്പോൾ അത്തരം ഉള്ള രാഹുൽ ഈശ്വരന്മാരെ
പൂട്ടുക തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ രാഹുൽ ഈശ്വറൊക്കെ നമുക്കറിയാമല്ലോ, പ്രധാനപ്പെട്ട വാർത്തകൾ കിട്ടുന്ന അല്ലെങ്കിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. രാജ്യത്ത് എന്തോരം സംഭവങ്ങൾ നടക്കുന്നു. ആ സംഭവങ്ങളിലൊക്കെ ഇയാൾ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ മുഴുവനും ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. മനഃപൂർവ്വം പറയുന്നതാണെന്ന് നമുക്കറിയാം. എന്തുമാകട്ടെ, എന്തായാലും ഹണി റോസ് ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. ഹണി റോസ് എന്ന് പറയുന്ന ഈ പറയുന്ന സ്ത്രീ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സ്ത്രീകൾ, പല ആളുകളും, ഇത്തരം ദുരനുഭവം നേരിട്ട ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അവരൊന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത്തരത്തിലുള്ള നിങ്ങൾ പരാതിയുമായി രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അപകീർത്തിപ്പെടുത്താനും നിങ്ങൾ ആക്രമിക്കുവാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഇത്തരം രാഹുൽ ഈശ്വർമാരെ പൂട്ടാനും ഇവിടെ നിയമമുണ്ട് എന്ന കാര്യത്തിൽ ആരും ആ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇത്തരക്കാരെയും ഒക്കെ ഈ പറയുന്നത് പോലെ വരും ദിവസങ്ങളിൽ പൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഇങ്ങനെ ഈ തുറപ്പന്മാർക്കെതിരെയും വേട്ടക്കാർക്കെതിരെയും സംസാരിക്കാൻ ആളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും എന്തുമാകാം, ഇനി നമുക്കപ്പോ വീണ്ടും ഇറങ്ങി തുടങ്ങാതെ എന്നൊക്കെ ഏതെങ്കിലും ഈ പറയുന്ന സെക്സ് ജോക്കർമാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വെക്കുകയാണ്. അവസാനം ബോച്ചയ്ക്കൊപ്പം ഒക്കെ ഇരുന്ന് ഈ സാധനം പരത്തേണ്ട വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.